Boche Gold and Diamonds. Buy now, pay later. പാലക്കാട് 1/2 കിലോയിലേറെ MDMA-യുമായി യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. തൃശൂർ പുത്തൂർ സ്വദേശി റെനിൽ രാജാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 538 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഇയാൾക്ക് ഗോവയിലെ ചൂതാട്ട കേന്ദ്രങ്ങളുമായി ബന്ധമുള്ളതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന KSRTC ബസ്സിലായിരുന്നു ഇയാൾ. വാളയാർ പാമ്പാമ്പള്ളത്തുള്ള ടോൾ പ്ലാസയിൽ നടത്തിയ പരിശോധനയിലാണ് ബാഗിൽ നിന്ന് MDMA കണ്ടെടുത്തത്. വിപണിയിൽ 1.5 കോടി രൂപയിൽ ഏറെ വില വരുമെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. വിപണിയിൽ കൃത്രിമ ഡിമാൻഡുണ്ടാക്കി കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്നതാണ് ഇവരുടെ രീതി. ഇയാൾക്കൊപ്പം വലിയൊരു സംഘമുള്ളതായി സംശയിക്കുന്നുണ്ടെന്ന് എക്സൈസ് പറഞ്ഞു. റെനിൽ രാജേന്ദ്രൻ ആദ്യമായാണ് എക്സൈസിന്റെ വലയിൽപ്പെടുന്നത്. ഇയാൾക്ക് സവാള കച്ചവടം കൂടി ഉണ്ടെന്ന് എക്സൈസ് പറഞ്ഞു. കഴിഞ്ഞ വർഷം പിടിച്ചെടുത്ത 1 കിലോ MDMA-യാണ് ജില്ലയിലെ ഏറ്റവും വലിയ വേട്ട. സർക്കിൾ ഇൻസ്പെക്ടർ അജയ്കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന റൈഡിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രജിത്, തൗഫീഖ്, ഹരികൃഷ്ണൻ, സുബിൻ രാജ്, അനീഷ് എന്നിവരും പങ്കെടുത്തു. ഇതിപ്പം കോൺട്രാബാൻഡ് 1/2 കിലോ ഉണ്ട്, 1/2 കിലോയ്ക്ക് മേളിലുണ്ട്. അതായത് 0.538 ഗ്രാമുണ്ട്. 1/2 കിലോ 538 ഗ്രാമുണ്ട്. ബ്ലാക്ക് മാർക്കറ്റിൽ ഒരു 1.5 കോടിക്ക് മേളിൽ വരാൻ സാധ്യതയുണ്ട്. ഇത് എവിടുന്ന് എങ്ങോട്ട് കൊണ്ടുവരായിരുന്നു? ഇത് എറണാകുളത്തോട്ട് കൊണ്ടുപോയായിരുന്നു, കോയമ്പത്തൂർ. ഇയാൾക്ക് വലിയ വേറെ കേസാണ്. കൂടുതലും സ്വാഭാവികമായിട്ടും യൂത്ത് ആൾക്കാർക്ക് തന്നെയാണ്, യുവജനങ്ങൾക്ക്, കോളേജ് കുട്ടികൾക്ക്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.